ഇന്ത്യൻ ആർമിയിലേക്ക് ഡ്രോൺ അക്കാഡമിയുടെ കഠിന പരിശ്രമത്തിലൂടെ ജോലി നേടിപ്പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഈ വർഷം ഇന്ത്യൻ ആർമിയിലേക്കും ടെറിട്ടോറിയൽ ആർമി, അതുപോലെ തന്നെ ഇന്ത്യൻ നേവി, അതുപോലെ പാരാമിലിറ്ററി ഫോഴ്സിലേക്കും 23 പേരാണ് ഈ ഏപ്രിൽ മാസം വരെ ജോയിൻ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇവർ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നതും. 12 പേരാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ ആയിട്ടുള്ളത്. ഇന്ന് 8 പേരാണ്, ബാക്കി 4 കുട്ടികൾക്ക് വരാൻ സാധിച്ചില്ല. ഇവർ അതുപോലെ തന്നെ BSFൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് 24 ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഡ്രോൺ അക്കാഡമിയുടെ എക്സാം ക്ലാസ്സിനായിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ഈ 3 കാറ്റഗറിയിലേക്കുള്ള റിട്ടേൺ എക്സാം ഓൾറെഡി ഇവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഓഫ്ലൈൻ ക്ലാസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഇവർ ഏകദേശം 6 മാസത്തോളമായിട്ട് ഡ്രോൺ അക്കാഡമിയുടെ ഭാഗമാവുകയും കഠിന പരിശ്രമത്തിലൂടെ ജോലി നേടിപ്പോകുമ്പോൾ ഇവരുടെ മുഖത്തുള്ള ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ട്രെയിനിങ് വളരെ ഹാർഡായിട്ടാണ് ഇവർക്ക് കൊടുത്തതെങ്കിലും പക്ഷേ ഇന്ന് ഈ മൊമെൻറ്റുമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സർവേ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എന്നുള്ളത് ഇവർക്ക് ഈ ഒരു ജന്മത്തിൽ കിട്ടുന്ന വലിയൊരു പുണ്യമായിട്ടാണ് നമ്മളും കണക്കാക്കുന്നത്. അതിൽ ഡ്രോൺ അക്കാഡമി ഇതിൽ വലിയൊരു ഭാഗം വഹിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൽ പങ്കുചേരാൻ പറ്റിയ എന്നുള്ളതും അതുപോലെ തന്നെ ഈ കുട്ടികൾ അക്കാഡമിയിലൂടെ ജോലി നേടിപ്പോവുക എന്നുള്ളതും നമുക്ക് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഡ്രോൺ അക്കാഡമിയുടെ 4 വർഷത്തെ ചരിത്രത്തിൽ ഏകദേശം 400-ൽ പരം ഉദ്യോഗാർത്ഥികളാണ് ഇന്ത്യൻ ഡിഫൻസിലേക്ക് പല വിഭാഗങ്ങളിലായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ 12 പേരാണ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ ഈ മാസം 21 തൊട്ട് 25-നുള്ളിൽ ഇവർ പോകുന്നതും. ഈ അക്കാഡമിയുടെ വിജയം എന്നുള്ളത് ഇവിടെ നിർത്തുന്നില്ല. ഈ ജൈത്രയാത്ര ഇനിയും ഞങ്ങൾ മുന്നോട്ടേക്ക് 400 എന്നുള്ളതിൽ 40 ലക്ഷത്തിൽ പരം ആക്കും എന്നുള്ള ഒരു വാശി ഞങ്ങൾക്കുമുണ്ട്. ആയതിനാൽ നിങ്ങൾക്കും കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളോടും നമ്മൾ ഒറ്റൊരു വാക്കേ പറയാനുള്ളൂ. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആംബിഷൻ ഇന്ത്യൻ ഡിഫൻസ് എന്നുള്ളതാണോ? ഞങ്ങളുണ്ട് കൂടെ. താങ്ക് യു.